പറയാം. ഗോപകുമാർ, നോക്കൂ, ഈ മണ്ഡലത്തിൽ ജനക്ഷേമ വികസനത്തെ മുൻനിർത്തിക്കൊണ്ട് സർക്കാർ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കെതിരെയാണ് ഇരു മുന്നണികളും ആഞ്ഞടിക്കുന്നത്, സംശയമൊന്നുമില്ല. പക്ഷേ പ്രധാനപ്പെട്ട ചോദ്യം, ഈ മണ്ഡലത്തിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ ഇവരിൽ ആരെങ്കിലും ഒരാളല്ലേ പോകേണ്ടത് എന്ന ചോദ്യമല്ലേ വോട്ടർമാർ ചോദിക്കുക? ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തിലെ എല്ലാ ആൾക്കാരുടെയും അവകാശമാണ് സംരക്ഷിക്കപ്പെടുന്നത്. അതിനകത്ത് ഭൂരിപക്ഷം വന്നോ ന്യൂനപക്ഷമൊന്നും ഇല്ല. അത് നിങ്ങളുണ്ടാക്കുന്ന വേർതിരിവാ. ഞങ്ങള് ഭാരതത്തിലെ മുൻകാല തെരഞ്ഞെടുപ്പ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ബിജെപിയുടെ ജനപ്രതിനിധിയാണ് ജയിച്ചിട്ടുള്ളത്. ഒരു സംശയം ചോദിച്ചോട്ടെ സാർ, ഇന്ത്യയിലെ ഒരു ബിജെപി മുസ്ലിം എംപിയുടെ പേര് പറയാമോ? ഇന്ത്യയിലെ ഒരു ബിജെപി മുസ്ലിം എംപിയുടെ പേര്? ഒരു ബിജെപി എംപിയുടെ പേര്, ഒരു ബിജെപി എംപി മുസ്ലിം ഒരാൾ. നിങ്ങൾ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഞങ്ങൾ അതുമായി ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഇല്ലാതെ പോയി. ഇവർ തമ്മിലുള്ള തർക്കം എന്താ? MP അഴിമതിക്കാരാണെന്ന് ഒരു ഭാഗത്ത്, MLA അഴിമതിക്കാരനാണെന്ന് ഒരു ഭാഗത്ത്, വികസനം നടക്കുന്നില്ല, കൊല്ലത്തിന്റെ വികസന കാര്യങ്ങളിൽ MP-ക്ക് പങ്കില്ല എന്ന് ഒരു ഭാഗത്ത്. ഈ തർക്കം ഇവർ രണ്ടും ദേശീയ അടിസ്ഥാനത്തിൽ എന്താ? ഇവർ രണ്ടും ഒരാളാ. ഇവിടെ ഇവർ രണ്ടിന്റെയും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ തന്നെയാണ് പ്രശ്നം. MP-യും MLA-യും ഈ മണ്ഡലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ 96 മുതൽ MP-യാ, രാജ്യസഭ MP ആയിരുന്നിട്ടുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ വികസനം 2014-24 കാലഘട്ടം എന്താ? ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകള് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ നിശ്ചിതമായ മാനദണ്ഡങ്ങൾ വെച്ചു. 550 അരുൺകുമാർ അടക്കം ഏകപക്ഷീയമായി ജനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യം ഒറ്റ കാര്യം, പ്രേമേന്ദ്രൻ, ഞാൻ നേരത്തെ ചോദിച്ചല്ലോ, പ്രേമേന്ദ്രൻ 96 മുതൽ MP-യാ, 2014 വരെയുള്ള കാലഘട്ടം. അതിനിടയ്ക്ക് അദ്ദേഹം MLA ആയിട്ടുണ്ട്, ഒരിക്കൽ തോറ്റിട്ട് ചവറയിൽ തോറ്റു, ഒക്കെ ശരി. 2014 മുമ്പ് രാജ്യസഭ MP അടക്കമുള്ള കാലഘട്ടത്തില് പ്രേമേന്ദ്രൻ കൊല്ലം ലോകസഭാ മണ്ഡലത്തിൽ ചെല്ല വികസന പ്രവർത്തനം എന്ത്? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈപ്പാസിന്റെ കാര്യം തന്നെ പറയാം. 40 വർഷം മുമ്പ് കൃഷ്ണകുമാർ MP ആയിരിക്കുന്ന സമയത്താണ് ബൈപ്പാസ് തുടങ്ങുന്നത്. കോൺഗ്രസ് 40 വർഷം മുമ്പ് പൂർത്തീകരിക്കാൻ ആര് വേണ്ടി വന്നു? ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അത് സമയബന്ധിതമായി പൂർത്തീകരിച്ചു. അങ്ങ് ഉൾപ്പെടെ ചില പാലത്തിന്റെ കാര്യം പറഞ്ഞു. 6 വർഷമായി നടപ്പിലാക്കുന്നില്ല. പക്ഷേ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ 532 കോടി രൂപ പ്രേമേന്ദ്രൻ ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞിട്ടാണോ റെയിൽവേ സ്റ്റേഷൻ വന്നേ? നിശ്ചിതമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. 2 വർഷത്തിനകം പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിന്റെ പകുതി ഭാഗം പണി പൂർത്തീകരിച്ചു. ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റ് നടപ്പിലാക്കപ്പെടുന്ന വികസന പ്രവർത്തനങ്ങൾ അത് നാഷണൽ ഹൈവേയുടെ കാര്യമാവട്ടെ. മറ്റൊരു കാര്യം ചോദിച്ചു, കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ വികസനത്തിന് 560 കോടി രൂപ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും മാത്രമാണ് ഇത്തരത്തിൽ സ്ഥലമേറ്റെടുക്കുന്നതിന് 5600 കോടി ഒരൊറ്റ സംസ്ഥാനം മറ്റൊന്നും കൊടുത്തിട്ടില്ല. ഇതൊന്നും അരുൺകുമാറെ ഇവിടെ രേഖകളുണ്ട്. പാർലമെന്റിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ പാർലമെന്റിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ പാർലമെന്റ് രേഖയുണ്ട്. പാർലമെന്റ് രേഖയുണ്ട്. കേരള 5680 കോടി രൂപ നൽകിയെന്നതിനെ സംബന്ധിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി നിങ്ങളുടെ നേതാവ് പറഞ്ഞ പാർലമെന്റ് രേഖയുണ്ട്. മുകേഷും പിണറായി ഗോപകുമാർ ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ വസ്തുതാവിരുദ്ധമായി സംസാരിക്കുന്നത്. ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ പാർലമെന്റ് രേഖയുണ്ട്. ഈ കേരളമാണ് 5680 ഫൈസൽ കുളപ്പാടം